ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 5 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി അതേ അളവിൽ തന്നെ തേങ്ങ ചിരകിയതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. ചോറും തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചതുകൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ കുക്കറിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ അങ്ങ് അടിച്ചെടുത്താൽ മതി. ഈ ഒരു ഉരുളക്കിഴങ്ങ് മിക്സിയിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കണം, അല്ലാതെ കൈകൊണ്ട് ഉടച്ച് ചേർത്താൽ ശരിയാവില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചോറിൻ്റെയും തേങ്ങയുടെയും മിക്സിലേക്ക് ഉരുളക്കിഴങ്ങ് അരച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാൻ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഒരുപാടായി പോകണ്ട, കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലൊരു കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഒരു മാവാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അടിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു മാവാക്കി എടുക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയ്ക്കാക്കി വെക്കണം. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കരുത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും ഇതിലേക്ക് കുറേശ്ശെയായിട്ട് കോരി ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. തമ്മിലൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങിങ്ങായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു സൈഡാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിനും മീഡിയത്തിനും ഇടയിലാക്കി തന്നെ വെച്ചിട്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഈ ഒരു സ്നാക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്